ഇടുക്കി തൊടുപുഴയ്ക്ക് സമീപം ജനവാസ മേഖലയിൽ കാട്ടാനകൾ ഇറങ്ങി. കലൂർ പുഴ കടന്നാണ് കാട്ടാനകൾ എത്തിയത്. ആദ്യമായാണ് പ്രദേശത്ത് കാട്ടാനകൾ എത്തുന്നത് എന്ന് പ്രദേശവാസികൾ പറഞ്ഞു. ഇടുക്കിയിൽ നിന്ന് ആൽവിൻ തോമസ് ചേരുന്നു. ആൽവിൻ, കാട്ടാനകൾ ഇപ്പോൾ ഏതു മേഖലയിലാണ് നിലയുറപ്പിച്ചിട്ടുള്ളത്? അവയെ തുരത്താനുള്ള നടപടികൾ, നേരത്തെ പടക്കം പൊട്ടിക്കുന്നതടക്കം നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടു. ഇപ്പോൾ ഏത് തരത്തിലാണ് അവയെ തുരത്താനുള്ള നടപടികൾ അവിടെ നടക്കുന്നത്? ഇപ്പോൾ ഇത് കടവൂരിനടുത്തുള്ള പ്രദേശത്താണ് ഇപ്പോൾ കാട്ടാന തമ്പടിച്ചിട്ടുള്ളത്. ഈ കടവൂർ എന്ന് പറയുന്നത് ഒരു വലിയ ജനവാസ മേഖലയാണ്. ഈ കലൂർ എന്ന് പറയുന്ന പ്രദേശവും ജനവാസ മേഖല തന്നെയാണ്. ഈ പ്രദേശങ്ങളിലാണ് ഇന്നലെ രാത്രി 8 മണിയോടുകൂടി 4 കാട്ടാനകൾ ഇറങ്ങുകയും ഇപ്പോൾ 2 കാട്ടാനകൾ തിരിച്ച് പുഴ കടന്ന് കലൂർ പുഴ കടന്ന് പോയിട്ടുണ്ട് എന്നുള്ളതാണ് അറിയുന്നത്. പക്ഷേ 2 കാട്ടാനകൾ ഇപ്പോഴും ഈ ജനവാസ മേഖലയിൽ തമ്പടിക്കുകയാണ്. ആ ജനവാസ മേഖലയിൽ തമ്പടിക്കുന്ന കാട്ടാനകളെ തുരത്തുന്നതിന് വേണ്ട നടപടികളാണ് ഇപ്പോൾ വനംവകുപ്പിന്റെയും അതോടൊപ്പം തന്നെ മറ്റ് സംവിധാനങ്ങളും വെച്ച് നോക്കുന്നത്. പക്ഷേ ഇത് പലയിടങ്ങളിലും കൃഷിത്തോട്ടങ്ങളിലേക്ക് വീണ്ടും ഇറങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. പടക്കം പൊട്ടിച്ചടക്കം വനംവകുപ്പ് ഈ കാട്ടാനകളെ തുരത്താനുള്ള ശ്രമം നടത്തി വരികയാണ്. പക്ഷേ ഈ സ്ഥലങ്ങളിൽ ആദ്യമായാണ് ഇത്തരത്തിലൊരു സംഭവം എന്നുള്ളതാണ് ഇവിടുത്തെ നാട്ടുകാരൊക്കെ പറയുന്നത്. കാര്യം ഇവിടെ കാട്ടാന ഇറങ്ങിയ ഒരു ചരിത്രമേ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. ക്ഷമിക്കണം. ആൽവിൻ സേഫ് അല്ലേ? അവിടെ ആനയിൽ നിന്ന് അകലം പാലിച്ച് തന്നെയല്ലേ നിൽക്കുന്നത്? സുരക്ഷാ മുൻകരുതലിൽ പറഞ്ഞിരിക്കുന്ന വനംവകുപ്പ് പറഞ്ഞിരിക്കുന്ന പ്രദേശത്തു നിന്ന് മാറി തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ ഈ പ്രദേശത്ത് വലിയ പറമ്പ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കൃഷിയിടങ്ങളിലാണ് നമ്മൾ ഈ കാട്ടാനെ ഫോളോ ചെയ്ത് പോവുകയാണ്. അത് കൂടുതൽ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുമോ എന്നുള്ളതാണ് ഇപ്പോൾ വനംവകുപ്പിന്റെ ഒരു ഭീതി ഭയമുള്ളത്. അതുകൊണ്ട് തന്നെ അവർ അതിനെ തിരിച്ച് കാട്ടിലേക്ക് മടക്കാനുള്ള ശ്രമം നടത്തുന്നു. വളരെ സുരക്ഷിതമായി തന്നെയാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഏതായാലും പക്ഷേ ഈ കാട്ടാനയ്ക്ക് പിന്നാലെ വലിയ ആറാട്ടിയുടെ സംഘം ഉൾപ്പെടെ പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ഏതായാലും ഈ പ്രദേശത്ത് അവരുടെ വലിയ അത്ഭുതം എന്ന് പറയുന്നത് ഇവിടെ കാട്ടാനകൾ ആദ്യമായാണ് ഇങ്ങോട്ട് എത്തിയത്, ഈ പ്രദേശത്ത് എത്തിയത് എന്നുള്ളതാണ്. ഈ പ്രദേശങ്ങളിലൊന്നും കാട്ടാനകൾ ഇതുവരെ വന്നിട്ടില്ല, അങ്ങനെ ഒരു ചരിത്രം പോലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ജനങ്ങളൊക്കെയും വലിയ ഭീതിയിലാണ്. ഇന്നലെ രാത്രി 8 മണിയായപ്പോഴാണ് കാട്ടാന ഈ പ്രദേശത്തേക്ക് എത്തിയത്. ഇന്നലെ രാത്രിയോടെയാണ് കാട്ടാന ആ പ്രദേശത്ത് എത്തിയത്. ആളുകൾ വലിയ ഭീതിയിൽ തന്നെയാണുള്ളത്. 4 കാട്ടാനകളാണ് എത്തിയത് അവിടെ. 2 കാട്ടാനകൾ കാട്ടിലേക്ക് തിരികെ കയറിപ്പോയി. ഇപ്പോൾ 2 കാട്ടാനകളാണ് അവിടെ നിലയുറപ്പിച്ചിട്ടുള്ളത്. ഇടുക്കി തൊടുപുഴയ്ക്ക് സമീപമുള്ള ജനവാസ മേഖലയിൽ ആണ് കാട്ടാന ഇറങ്ങിയിരിക്കുന്നത്. കലൂർ പുഴ കടന്നാണ് കാട്ടാനകൾ അവിടേക്ക് എത്തിയത്. ആദ്യമായാണ് ഈ പ്രദേശത്ത് കാട്ടാനകൾ എത്തുന്നത് എന്നുള്ളതാണ് പ്രത്യേകത. അതുകൊണ്ട് തന്നെ അവിടുത്തുകാർ വലിയ ഭീതിയിലാണ്. അവർക്ക് ശീലമില്ലാത്ത കാര്യമാണ് ഇത്. കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിക്കുന്ന അടക്കം സാഹചര്യമാണ് ഉള്ളത്. ഏതായാലും ഇന്ന് ഈ പണിമുടക്കൊക്കെ ആയത് കാരണം കുട്ടികളടക്കമുള്ളവരൊന്നും ഒരുപക്ഷെ റോഡിലേക്ക് ഇറങ്ങില്ലായിരിക്കും. പക്ഷേ ഇങ്ങനെ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരിടത്തേക്ക് കാട്ടാന എത്തുമ്പോൾ അതുണ്ടാക്കുന്ന ബുദ്ധിമുട്ട് എന്താണ് എന്നെല്ലാവർക്കും അറിയാം. നമ്മൾ വയനാടും പാലക്കാടുമൊക്കെ എപ്പോഴും കാണുന്നതാണ്. ഇടുക്കിയിലെ തന്നെ മലയോര മേഖലകളിൽ നമ്മൾ സ്ഥിരം കാണുന്നത് തന്നെയാണ്. പക്ഷേ ഈ തൊടുപുഴ പോലുള്ള ഒരു പ്രദേശത്ത് അത് ആളുകൾക്ക് തീരെ പരിചയമില്ലാത്ത ഒന്നാണ്. അവിടേക്ക് ആദ്യമായാണ് ഈ രീതിയിൽ കാട്ടാനകൾ ഇറങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ ജനവാസ മേഖലയിൽ തന്നെയാണ് കാട്ടാന ഉള്ളത്. അതിനെ തുരത്താനുള്ള നടപടികൾ പല വിധത്തിൽ അവിടെ നടക്കുന്നതായാണ് വിവരം. ആൽവിൻ, വനം വകുപ്പ് എന്താണ് പറയുന്നത്? ഈ കാട്ടാനയെ തുരത്താനുള്ള അവരുടെ നടപടികൾ ഏത് രീതിയിലാണ് നടക്കുന്നത് ഇപ്പോൾ? ആൽവിനിലേക്ക് എത്താം. ഇടുക്കി തൊടുപുഴയ്ക്ക് സമീപമാണ് ജനവാസ മേഖലയിലേക്ക് കാട്ടാനകൾ ഇറങ്ങിയിരിക്കുന്നത്. കലൂർ പുഴ കടന്നാണ് കാട്ടാനകൾ എത്തിയത്. ആദ്യം 4 ആനകളാണ് എത്തിയതെങ്കിൽ 2 എണ്ണം കാട്ടിലേക്ക് കയറിപ്പോയി. ഇപ്പോൾ 2 എണ്ണമാണ് ജനവാസ മേഖലയിൽ ഭീതി പടർത്തിക്കൊണ്ട് തന്നെ അവിടെ നിലകൊള്ളുന്നത്. ആൽവിൻ തോമസ് ചേരുന്നുണ്ട്. ആൽവിൻ, ഈ ആനകൾ ആളുകളെ അതിനെ ഓടിക്കാനുള്ള ശ്രമമൊക്കെ നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വല്ലാതെ പരിഭ്രാന്തിയിൽ ആ ആനകൾ ഓടുന്നുണ്ടോ, അതോ ഏതെങ്കിലും ഒരു സ്ഥലത്ത് തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണോ? കൃത്യം ഇപ്പോൾ എവിടെയാണ് ഉള്ളത് ആന? എങ്ങനെയാണ് നമുക്ക് അവിടെ നിന്ന് പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരങ്ങൾ, പുതിയ വിവരങ്ങൾ?
ലക്ഷ്മി, സ്വാഭാവികമായും ആളുകൾ വലിയ ഭീതിയാണ്. കാര്യം ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പ്രദേശത്ത് ആദ്യമായാണ് കാട്ടാനകൾ ഇറങ്ങുന്നത്. കലൂർ കടവൂർ മേഖലകളിലാണ് കാട്ടാന വന്നിട്ടുള്ളത്. ഇത് തൊടുപുഴയോട് ചേർന്ന് കിടക്കുന്ന എറണാകുളത്തിന്റെ അതിർത്തി പ്രദേശമാണ്. ഈ പ്രദേശത്താണ് കാട്ടാന വന്നിട്ടുള്ളത്. ഇന്നലെ രാത്രി ഏതാണ്ട് 4 കാട്ടാനകൾ വന്നു എന്നുള്ളതാണ് ഇവിടുന്നുള്ള ജനങ്ങളും അതോടൊപ്പം തന്നെ ജനപ്രതിനിധികളായിട്ടുള്ള ആളുകളും ഒക്കെ പറഞ്ഞത്. പക്ഷേ 2 എണ്ണം ഇന്നലെ തന്നെ അത് പുഴ കയറി പോയിരുന്നു. പക്ഷേ ഈ കലൂർ പുഴ കടക്കാതെ വീണ്ടും ജനവാസ മേഖലയിലേക്ക് 2 കാട്ടാനകളാണ് വന്നത്. ആ കാട്ടാനകളാണ് ഇപ്പോൾ തുരത്തുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുന്ന ആളുകളും വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ ഇവിടെ ആ കാട്ടാനെ ജനവാസ മേഖലയിൽ നിന്ന് ഓടിച്ച് കാട്ടിലേക്ക് കയറ്റുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ ഏറ്റവും ശ്രദ്ധേയം ഈ വനത്തിൽ തന്നെയാണോ ഈ കാട്ടാന പുറത്തേക്ക് വന്നത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഉറപ്പില്ല. പക്ഷേ ഇത് വനത്തിനോട് ചേർന്ന പ്രദേശവുമല്ല. ഏറെ കിലോമീറ്ററുകൾക്ക് ഇപ്പുറം ഏതാണ്ട് ടൗൺ ഏരിയയാണ് ഈ കടവൂർ എന്ന സ്ഥലം. ഈ സമീപ പ്രദേശത്തുള്ള വനത്തിലേക്ക് കയറ്റാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. പക്ഷെ ആ വനത്തിൽ ഉള്ള ആന അല്ല എങ്കിൽ ഒരുപക്ഷെ വീണ്ടും ഇതിൽ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഫോറസ്റ്റിന്റെ ഉൾപ്പെടെ ആളുകൾ പറയുന്നത്. ഫോറസ്റ്റ് അധികാരികളും RRT സംഘം ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ ഇതിനെ പടക്കം പൊട്ടിച്ച് നാട്ടുകാർ ബഹളം വെച്ചുമൊക്കെ ഇതിനെ തുരത്താനുള്ള ശ്രമം തുടരുകയാണ് ഇപ്പോൾ. കറക്റ്റ് ഏത് പ്രദേശത്താണ് അതിപ്പോ ഉള്ളത് ആൽവിൻ? അതായത് കടവൂർ എന്ന് പറയുമ്പോൾ ജനവാസ മേഖലയാണ്, ജനനിബിഡമായ മേഖലയാണ്. ശരി, ഇടുക്കി തൊടുപുഴയിൽ കടവൂർ എന്ന സ്ഥലത്താണ് ഇപ്പോൾ കാട്ടാനകൾ നിലയുറപ്പിച്ചിരിക്കുന്നത്. വലിയ ഭീതിയിലാണ് ആളുകൾ ഉള്ളത്. ആൽവിൻ തോമസ് ആണ് അവിടെ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.